കിട്ടില്ലേ? കാല് നോക്കി നല്ല ശ്രദ്ധിച്ചു നോക്കിയോ, അട്ടടിച്ചിട്ടുണ്ടാവും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മക്കളെ. അപ്പൊ ഇന്ന് നമ്മൾ കാട്ടിലോട്ട് വന്നിക്കാണ് കേട്ടോ. ചക്കയൊക്കെ പറിച്ച്, മഴക്കാലൊക്കെ അല്ലേ, അപ്പൊ ചക്കയൊക്കെ വറുത്ത് വീട്ടിലിരുന്ന് കരിമുറാന്ന് കടിച്ച് തിന്നാനായിട്ട്. അപ്പൊ നമുക്ക് ചക്ക വറുക്കുന്ന വിശേഷങ്ങൾ കണ്ടാലോ. കൊറേ കാടും മലയൊക്കെ കേറി, പക്ഷെ ചക്കയൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. ചെറിയ ചെറിയ ചക്കള കൂടുതൽ. ഇവിടെ ചുറ്റും നോക്കിയാൽ കാട് മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ കാട്ടിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് പ്ലാവ് കണ്ടെത്താൻ, പ്ലാവിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ചക്ക കണ്ടെത്താൻ. ചക്ക കിട്ടിയിട്ട് വേണം നമുക്ക് കറുമുറാന്ന് കടിച്ചു തിന്നാനായിട്ട് എണ്ണയിലിടാം. അവിടെ ഉണ്ടോ ചക്ക? ഇവിടെ ഊഴച്ചക്കയുള്ളൂ. ഊഴച്ചക്ക ഒരു പുളിപുളിപുളും തന്നെയാണ്. വരിക്കച്ചക്ക ഇടണം. വരിക്കച്ചക്ക കിട്ടിയാലാണ് എണ്ണയിലിട്ട കറുമുറാന്ന് കിട്ടും. മറ്റേതൊക്കെ കഴിച്ചാൽ ഒരുമാതിരി ഉണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല. മറ്റേ എന്താ പറയുക, വരിക്കച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വരിക്കച്ചക്ക അന്വേഷിക്കാം. ഏക്കൂടെ പോവാ, വഴിയെ കാണുന്നില്ല. എവിടെയൊക്കെ ഉണ്ട്? ആ, ഇവിടേക്ക് വരി, ഇവിടേക്ക് വരി. അപ്പോ എന്തൊക്കെ കടിക്കുന്നു. ചക്ക ഗേസ്, ചക്ക. പക്ഷെ ഇത് പോരാ, ഇതിലും വലുതിടണം നമുക്ക്. ഇതൊന്നും ഒന്നുമല്ല, ഇത് നീളം മാത്രമേ ഉള്ളൂ, വലിപ്പല്ല. ഇതിൽ ചുള വലിപ്പം കാണില്ല. നമുക്ക് വലിയ ചുള കാണാം. ചായക്കാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, മൊത്തം കാടാണ്. ഇതിനുള്ളിൽ വല്ല പുലി ഉണ്ടെങ്കിൽ പോലും അറിയില്ല. ഓ, കാല് നോക്കി നല്ല ശ്രദ്ധിച്ചു നോക്കിയോ, അട്ടടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വഴി ഉണ്ടാക്കാൻ വന്ന പോലെ ആയല്ലോ. ണെങ്കിൽ അതിലേറെ അപ്പുറം. ഇതിന്റെ ഉള്ളിൽ മാങ്ങ കിട്ടോ, കാട്ടുമാങ്ങ. ഏലയോ, ഇത്രയും കാട് കയറി വന്നത് വെറുതെ ആയിട്ടോ. ഇവിടെ ഒരു മരം, ചക്ക പോയിട്ട് ചക്കന്റെ ഒരു മരം പോലും കാണാനില്ല. നമുക്ക് താഴെ കണ്ട നീളം ചക്കന്റെ പറക്കും. ഇപ്പൊ വലിയ ചക്ക കിട്ടണമെന്നില്ല, നീളം ചക്ക കിട്ടിയാലും ചുള വലുതായിരിക്കും കേട്ടോ. നമുക്ക് അതന്നെ പറിക്കാം. മാങ്ങ വേണ്ടോ? കിട്ടില്ലേ? മെളഞ്ഞ് കൂടുതലാണ്, കയ്യിലും കാലിലൊക്കെ ആയിട്ട് ഒട്ടി പിടിച്ചിട്ട് മെളഞ്ഞല്ലേ. കിട്ടിപ്പോയേ, കിട്ടിപ്പോയേ, ചക്ക കിട്ടിപ്പോയേ. ഇനി ഇവനെ വെട്ടി നുറുക്കി അടുപ്പത്ത് കയറ്റണം, എന്നിട്ട് പുഴുക്കും ഉണ്ടാക്കണം, ബാക്കി കുറച്ച് വറക്കും ചെയ്യണം. മെളഞ്ഞ് കൂടുതലാണ് ചക്കയ്ക്ക്. ഈ കയ്യിലും മെളഞ്ഞു പോണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുക്കുക, നല്ല പോലെ തേക്കുക. അപ്പോൾ ഈ മെളഞ്ഞൊക്കെ ഇങ്ങനെ നുള്ളു പോലെ കിട്ടും. എന്താ കയ്യിൽ പൊട്ടുന്നതല്ല, ഉണ്ടാ എന്താ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ ഒരു വില്ലേജ് ലൈഫ് നാച്ചുറൽ വ്ളോഗ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക വെട്ടിയ പുഴുക്കാക്കി വറുത്ത് കഴിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ദിവസം വരാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ മക്കളെ. അപ്പോൾ ബൈ ദ ബൈ.